ഹലോ വെൽക്കം എവറി വൺ. ഞങ്ങളുടെ ഒരു പുതിയ ചാനലായ PSC ഹീറോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുണാനന്ദ് ടി എ. ഞാൻ പണ്ട് ലേൺ വിത്ത് ടായ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിരുന്നു. ഈ പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനിലെ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്ക് 40,000-ലധികം കുട്ടികൾ പാസ്സായി എഴുതാൻ പോകുന്ന ഒരു എക്സാം ആണെന്ന് അറിയാം. അപ്പോൾ കേരള PSC ഇത്തവണ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് PSCയുടെ മെയിൻ സിലബസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി പേപ്പർ 2. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, 10 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ്, ഞങ്ങൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പ് ഞങ്ങൾ ഇപ്പോൾ റീനെയിം ചെയ്തു PSC ഹീറോ എന്നാക്കിയിട്ടുണ്ട്. ടെലിഗ്രാമിൽ നിങ്ങൾ PSC ഹീറോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് കിട്ടും. ആ ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് റീച്ച് ഔട്ട് ചെയ്ത് ചോദിച്ച കാര്യമാണ് ഇതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനും അതോടൊപ്പം ഒരു ചെറിയ ടെസ്റ്റ് സീരീസും കുറച്ച് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഈ സ്പെഷ്യൽ ടോപ്പിക്സിനെ ബന്ധപ്പെട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ, കാരണം എല്ലാവർക്കും അറിയാം സെപ്റ്റംബറിലാണ് പരീക്ഷ വരുന്നത്. ഇനി 2 മാസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ. 40,000 പേര് എഴുതുന്ന പരീക്ഷയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പരീക്ഷയുടെ മെയിൻസിലേക്ക് വരുന്നതിൽ ഭൂരിഭാഗം ആളുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പ്രിലിംസ് ഒക്കെ പാസ്സായി അത്യാവശ്യം ബേസോടുകൂടി പഠിച്ചു വരുന്ന ആൾക്കാരാണ്. ഇപ്പം ഇതിലെ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം കോമൺ ടോപ്പിക്സാണ്, എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്സാണ്. ഇപ്പം നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ബാക്കി സ്റ്റുഡൻസിനും ആ ടോപ്പിക്സിൽ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരാം. പക്ഷേ ഈ പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്സ് ആണ് എല്ലാവർക്കും പുതിയതായിട്ടുള്ളത് അല്ലേ. അപ്പം അതിന് ആദ്യത്തെ മൊഡ്യൂൾ പേപ്പർ 2-ലെ മൊഡ്യൂൾ 1 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞിരിക്കുന്നത് 10 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് അതിൽ എന്തൊക്കെ പഠിക്കണം. ഇപ്പോൾ ഞങ്ങൾ ആ 10 മാർക്കിൻ്റെ ഈ സിലബസിനെ 14 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. 14 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 10 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും ആ മൊഡ്യൂളിൽ ചോദിക്കും. മീനിങ് ഓരോ ടോപ്പിക്കൊന്നും ഒരു ചോദ്യം വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് റഫ്ലി ഒരു 71-72% പ്രോബിലിറ്റി ഉണ്ട് ഓരോ ടോപ്പിക്കിനും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അത് വലിയൊരു പ്രോബിലിറ്റിയാണ് അല്ലേ. നിങ്ങൾ ഏതൊരു PSCക്ക് പഠിക്കുമ്പോഴും ഈ ടോപ്പിക്ക് വരുമില്ലേ എന്നുള്ളത് ഒരു 30%, 20% ചാൻസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ ഓരോ ടോപ്പിക്കിനും 70% എബവ് പ്രോബിലിറ്റി ഉണ്ട് ചോദിക്കപ്പെടാനുള്ളത്. ബിക്കോസ് 10 മാർക്ക് ഈ ഒരു മൊഡ്യൂളിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മൊഡ്യൂൾ, ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ആയി പേപ്പർ 2-ലെ മൊഡ്യൂൾ 1, 2 ഇതുപോലുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കാം മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റിനെ വളരെയധികം മാറ്റിമറിക്കുന്ന, അതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യമായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഇതാണ് സിലബസ്, എല്ലാവർക്കും അറിയാലോ. കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിലബസ് കിട്ടും. ഇതിലെ മൊഡ്യൂൾ 1 ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇൻ പേപ്പർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിലെ മൊഡ്യൂൾ 1 ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മൊഡ്യൂൾ 2 ആണ് മാനേജ്മെന്റ് വരുന്നത്. മാനേജ്മെന്റ് നമുക്ക് വേറെ വീഡിയോയിൽ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1-ലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പൊ UPSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഏതൊരു എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് പൊതുവെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ഒത്തിരി PDFs അവൈലബിൾ ആണ്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇഷ്ടമാതിരി കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങളുടെ കോഴ്സ് ആയിക്കോട്ടെ, ഏത് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കീപ് യുവർ റെഫറൻസസ് ടു ദ മിനിമം. ഏറ്റവും കുറച്ച് മാത്രം റെഫറൻസസ്, അത് സോളിഡ് ആയിട്ടുള്ള റെഫറൻസ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും കുറഞ്ഞ റെഫറൻസുകൾ മാത്രം വായിക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ 1ഉം 2ഉം മാത്രമല്ല പഠിക്കാനുള്ള, ഇഷ്ടമാതിരി മൊഡ്യൂൾസ് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിനകത്ത് നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ടൈമിൽ ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. IGNOU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി അറിയാം അല്ലേ. അപ്പോൾ അവരുടെ MPA എന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിച്ച് ഐ എം എ സ്റ്റുഡന്റ് ഓഫ്, MPAയിലെ ഒരു പുസ്തകമുണ്ട് ഫസ്റ്റ് ഇയറിലെ MPA 012 ആണ് കോഴ്സ് കോഡ്. അതിന്റെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്നാണ്. ഈ പുസ്തകം എടുത്തു വെച്ച് അതിന്റെ ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ സിലബസ് ഇട്ടിരിക്കുന്നത് ഏതാണ്ട് ഇതേപോലെയാണ്. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. പക്ഷേ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ബുക്ക് ഇത്രയുണ്ട്. ആ ബുക്ക് ഒരു 300-400 പേജോളം വരും. അത് മുഴുവൻ വായിക്കൽ നമുക്ക് പ്രായോഗികമല്ല. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, സിലബസ് എടുത്ത് വെക്കുക, അതിന് കീവേഡ് നോക്കുക, ആ കീവേഡ് മാത്രം വായിക്കുക. ഓക്കെ, അതിന് പുറത്തുള്ളത് ചില വീഡിയോസിൽ ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ടോപ്പിക്കല്ല, പല ടോപ്പിക്കിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ടോപ്പിക്ക് വരാം, ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയുന്ന കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നമ്മൾ പല ടോപ്പിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത് മിക്കവാറും അത്തരത്തിലൊരു സിലബസിൽ നേരിട്ട് പറയാത്തൊരു കാര്യത്തിൽ പോയി ചോദിക്കുന്നത് ശീലം കേരള PSCക്ക് പൊതുവെ ഇല്ല. UPSCയിൽ ചില വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, സിവിൽ സർവീസ് എക്സാമിനേഷനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കേരള PSCയിൽ അത്രയ്ക്ക് അങ്ങ് കുലങ്കഷമായ ഉള്ളിലേക്ക് പോയി സിലബസിൽ നേരിട്ട് പറയാത്തൊരു കാര്യം ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സിലബസ് എടുത്ത് വെക്കുക, ആ സിലബസിലെ ടൈറ്റിൽസ് നിങ്ങളുടെ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, അത് മാത്രം വായിക്കാം.
ആ പുസ്തകത്തിന് 1/3 ആയിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. ഓക്കെ, ദ സെക്കൻഡ് ബുക്ക് ഇസ് MPA 014 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ബിക്കോസ് നമുക്ക് ഓർഗനൈസേഷൻ കൾച്ചർ എന്നുള്ള കുറച്ച് ടോപ്പിക്സുകൾ ഇതിൽ വരുന്നുണ്ട്. അതോടൊപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ 2 വരുന്നുണ്ട്. So by the way, I'm a human resources professional working in HR for almost a decade now. So that is also my background. Okay, great. So you can download these two textbook PDF free ആയിട്ട് കിട്ടും. ഈ ഗ്യാൻ കോഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്, ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. പോയി കഴിഞ്ഞാൽ ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം വായിക്കുക, സിലബസിലുള്ള ഒരു ടോപ്പിക് നോക്കിയിട്ട് മാത്രം വായിക്കുക. ഓക്കെ, then if you need an additional read, തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ BPAS 11 എന്ന് പറയുന്ന ഒരു ബുക്ക്, ഒരു PDF അവൈലബിൾ ആണ്. ആ PDF പബ്ലിക്ലി അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷിലാണ് പുസ്തകം. ആ പുസ്തകം നമുക്ക് വായിക്കാം. ഇനി ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിലേക്ക് വരാം. അതിന് മുമ്പ് തന്നെ അഡീഷണൽ റീഡ്സ് 2 പുസ്തകങ്ങളൂടി ഞാൻ പറയുവാണ്. ഞാൻ പണ്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിരുന്ന ആളാണ്. പാസ്സായിട്ടില്ല, എൻ്റെ ചാൻസസ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് മൈ ഓപ്ഷൻ. അതിൽ നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പുസ്തകങ്ങൾ, നമ്മൾ ഒരു 5-6 പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ചോയ്സ്, നമ്മുടെ എലക്ടീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മളുടെ ഈ ടോപ്പിക്സ് മാപ്പ് ചെയ്യുന്ന 2 പുസ്തകങ്ങളാണ് ഫാദിയ ആൻഡ് ഫാദിയ, വളരെ ഫേമസ് ബുക്കാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് മോഹിത് ഭട്ടാചാര്യയുടെ ന്യൂ ഹൊറൈസൺസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ 2 പുസ്തകങ്ങൾ അഡീഷണൽ റീഡാണ്. എൻ്റെ സജഷൻ നിങ്ങളത് വായിക്കേണ്ട ആവശ്യം വരില്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ മതി. I'm not saying that questions are going to be easy. What I'm saying is what Kerala PSC asks from you is നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് എന്താണ് ഈ സംഗതി എന്നുള്ളൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് പൊതുവെ കേരള സർക്കാരിന്റെ എക്സാമിനേഷൻസിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതിൽ അസേർഷൻ, റീസൺ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സെലക്ട് ചെയ്തെല്ലാം ഉണ്ടാവും. ദാറ്റ് ഇസ് ഓൾ ടു മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്, അല്ലെ? അപ്പൊ ആ ഒരു ആംഗിളിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം. ഇംഗ്ലീഷ്, മലയാളത്തിന് മെറ്റീരിയൽസ് വളരെ കുറവ് അവൈലബിൾ ഉള്ളൂ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എൻ്റെ സജഷൻ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ മെറ്റീരിയൽ തന്നെ വായിക്കാം. ബിക്കോസ് എക്സാം എഴുതുന്ന സമയത്ത് ഇതിന്റെ മലയാളം വേർഷൻ കൊടുത്തിട്ടുണ്ടാവും. മലയാളം വേർഷൻ വായിച്ച് അതിന്റെ ടെക്നിക്കൽ ടേം ഏതാണെന്ന് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഈവൻ ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും ഇംഗ്ലീഷ് തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ടു കോംപ്രിഹെൻഡ് ആൻഡ് അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻസ്. മലയാളത്തിൽ വായിച്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് മലയാളമാണ് കംഫർട്ടബിൾ എങ്കിൽ ട്രൈ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റിസോഴ്സസ്, ബട്ട് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് യു റീഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ദിസ് ഇസ് ദ MPA 012ന്റെ സിലബസ് ആണ്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇതിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മീനിങ്, നേച്ചർ, സ്കോപ്പ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. സോ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള വേർഡ്സ് അത് തന്നെയാണ്, അല്ലെ? നമ്മുടെ സിലബസ് ഒന്ന് നോക്കി. സിലബസിൽ എന്താണ് വന്നിരിക്കുന്നത്? സിലബസിലെ ഫസ്റ്റ് സെന്റൻസ് എന്താ? അഡ്മിനിസ്ട്രേഷൻ, ഡെഫിനിഷൻ, സ്കോപ്പ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. അത് തന്നെയല്ലേ MPA 02ന്റെ സിലബസിലുള്ളത് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ MPA 02 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. Remember, examination in September, you have just around a month or max 2 months. 2 months ഇല്ല, അല്ലെ? 1.5 months ഉള്ളൂ പ്രിപ്പയർ ചെയ്യാനായിട്ട്. Note that you are not studying for MA degree in public administration. അല്ല, MA ഡിഗ്രി എന്ന് പറയുന്നത് 8 പേപ്പർ ഉണ്ട്. അതിൽ ഒരു പേപ്പറിന്റെ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എസ്സേ എഴുതുന്ന മൈൻഡ് സെറ്റിൽ ഒരിക്കലും പഠിച്ചു വെക്കരുത്. കൺസെപ്റ്റ്സ് മാത്രം മനസ്സിലാക്കുക. ലെർൺ ദ ബേസ്, അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് ടെസ്റ്റ് യുവർ നോളജ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടീസ് ആൻഡ് ടെസ്റ്റ് യുവർ നോളജ്. അവിടെയാണ് MCQs നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. Okay, so let's get into the first topic. So we പറഞ്ഞു സിലബസിന് 14 ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. The first topic is administration, definition and scope എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ ഞാൻ ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽസിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പറ്റില്ല. ആ വീഡിയോ 3 മണിക്കൂറായിരിക്കും, അല്ലേ? അപ്പോൾ ഞാൻ എന്തൊക്കെ ടോപ്പിക്സ് എന്നുള്ളത് മനസ്സിലാക്കി തരാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഈ ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മീനിങ്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള മീനിങ്? അഡ്മിനിസ്ട്രേഷൻ പല മീനിങ്സും ഉണ്ടാവും, പല ഡെഫിനിഷൻസും ഉണ്ട്, പലരും കൊടുത്ത ഡെഫിനിഷൻസും ഉണ്ട്. അത് നമ്മൾ വായിക്കുന്നത് പുസ്തകങ്ങളിലുണ്ട്. നേച്ചർ ആൻഡ് സ്കോപ്പ്. ഒരു അഡ്മിനിസ്ട്രേഷന്റെ നേച്ചർ എന്തൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് പല സെക്ടേഴ്സിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. തേർഡ് ടോപ്പിക്കായിട്ട് വരുന്നത് എവല്യൂഷൻ ഓഫ് ഡിസിപ്ലിൻ. അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറെ തിയറീസ് ഉണ്ടായിട്ടുണ്ട് പഴയ കാലത്ത്, അല്ലേ? നമ്മുടെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമയത്ത് പല തിയറീസ് ഉണ്ടായിട്ടുണ്ട്. ആ തിയറീസ് ആദ്യം വന്ന തിയറി, പിന്നീട് വരുന്ന ഓരോ തിയറീസും ഉണ്ട്. അപ്പൊ അതിന് വർഷങ്ങൾ ഓർത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിന്റെ ഒരു ഫ്ലോ നിങ്ങൾ അറിയണം.
ഓക്കെ, വി ആർ നോട്ട് ലേണിംഗ് ഹിസ്റ്ററി അല്ലെ. അപ്പൊ ഇത്ര വർഷത്തിലാണ് ഈ തിയറി വന്നത് ഒന്നും പഠിക്കണ്ട. പക്ഷെ ആര് പറഞ്ഞു, അതിന്റെ റെവല്യൂഷൻ ഉണ്ടല്ലോ. ആദ്യം വരുന്ന തിയറി പിന്നെ കുറച്ചുകൂടി പറയുമ്പോൾ എന്താ, കുറച്ചുകൂടി മാനുഷിക പരിഗണനയുള്ള തിയറികളൊക്കെ വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കുള്ള ആ എവല്യൂഷനാണ് വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരെണ്ണത്തിന്റെ ലിമിറ്റ് അല്ലെ, ഇതിനുള്ള ലിമിറ്റ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിന് തന്നെ ഗവേണൻസ് എന്നൊരു വേർഡ് ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഉണ്ട്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പലരും ഗവേണൻസിനെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കാണും, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താണ്, ഓരോന്നിന്റെയും സ്കോപ്പ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ടോപ്പിക്. അപ്പൊ ഇത്രയും സബ് ടോപ്പിക്സ് നമ്മൾ ഇതിൽ പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്, നമ്മുടെ സിലബസിലെ നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. പബ്ലിക് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് ഓർഗനൈസേഷൻ. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ LIC ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള കമ്പനീസ്. പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, നമ്മുടെ ഇൻഫോസിസ്, CTS അതുപോലത്തെ കമ്പനികളുണ്ട്. ദെൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, NGO പോലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ദെൻ ഇതിന്റെ ഒരു കമ്പാരിസൺ, ഇവരുടെ ഗവർണൻസ് എങ്ങനെയാണ്, അവരുടെ അക്കൗണ്ടബിലിറ്റീസ് എങ്ങനെയാണ്, അതിൽ ആരൊക്കെ പാർലമെന്റ് ആയിട്ട് എന്താ പറയുക, അവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പാർലമെന്റിനോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ഓപ്പറേഷണൽ ഡിഫറൻസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിൽ പഠിക്കുന്നത്. തേർഡ് ടോപ്പിക്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത്. സോ ഇവിടെ തൊട്ടാണ് നമ്മുടെ മേജർ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ചില വാല്യൂസ് ഉണ്ടാവും അല്ലേ, ചില ഫൗണ്ടേഷൻസ് ഉണ്ടാവും. ആ ഫൗണ്ടേഷൻസ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ പല പ്രിൻസിപ്പിൾസ് ഉണ്ട്, പല വേർഡ്സ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. സ്പാൻ ഓഫ് കൺട്രോളേഴ്സ്, യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കെയിലാർ ചെയിൻ. ഇപ്പൊ ഈ ഒരു വേർഡ്സ് എന്താണെന്നുള്ളതും അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും പഠിക്കണം. ബിക്കോസ് ദർ ഇസ് എ ഹ്യൂജ് ചാൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത. അതോടൊപ്പം പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബഡ്ജറ്റിംഗ് വരെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളതിന്റെ കാര്യങ്ങളെ കുറിച്ചൊരു ജനറൽ ഓവർവ്യൂ. ബിക്കോസ് പോസ്റ്റ് കോർപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ തന്നെ വീണ്ടും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ, കോർഡിനേഷൻ, എക്സെപ്ഷൻ. ഇപ്പൊ ഈ വേർഡ്സ് ഉണ്ടല്ലോ, ഈ വേർഡ്സുകൾ എന്താണ്, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നോക്കുന്നത്. Okay, then we go to theories of administration. So, 3 തരത്തിലാണ് തിയറീസിനെ വെച്ചിരിക്കുന്നത്. അതില് ഫസ്റ്റ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നതാണ്. ക്ലാസിക്കൽ തിയറി, ബിഹേവിയറൽ, എക്കണോമിക്, 3 തിയറീസ് ആണുള്ളത്. അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതിൽ ഫസ്റ്റ് വൺ ഇസ് ക്ലാസിക്കൽ. സോ ക്ലാസിക്കൽ നമ്മൾ പഠിക്കേണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകളുണ്ട്. അവരെന്ത് തിയറിയാണ് കൊണ്ടുവന്നത്, അതിന്റെ മീനിങ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരെന്താണ് ഉദ്ദേശിച്ചത്, നമ്മൾ ഉദ്ദേശിച്ചതല്ല, അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് പഠിക്കണം. അത് ഏറ്റവും ക്രിസ്പായിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ പഠിക്കാം. അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഡുകൾ അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ടൈലർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ തിയറിസ്റ്റ്. FW ടൈലർ, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയും. ആൻഡ് ദെൻ അഗെയിൻ ഫയോളിന് ഒരു 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് മൊഡ്യൂൾ 2 സിലബസ്, അത് മൊഡ്യൂൾ 2 ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ഫയോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു സ്റ്റഡി ഹിയർ, മാനേജ്മെന്റിലും അത് ഉപകാരപ്പെടും, രണ്ടാമത്തെ മൊഡ്യൂളിൽ ഉപകാരപ്പെടും. That also tells you ഇതിന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത പിന്നെയും കൂടുതൽ അല്ലേ. Then Max Weber's theory is very important. നമ്മുടെ സിവിൽ സർവീസസ് മാക്സ് വെബേഴ്സ് തിയറിയുടെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഡിറൈവ് ചെയ്താണെന്ന് പറയാം, എന്ന് വേണമെങ്കിൽ പറയാം. സോ മാക്സ് വെബറുടെ ബ്യൂറോക്രാറ്റിക് തിയറി ഉണ്ട്. അത് 3 തരത്തിലുള്ള തിയറിയും ഹൈറാർക്കിയും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്തായാലും നോക്കണം. ഇതിന്റെ ക്രിറ്റിസിസം, ഈ ക്ലാസിക്കൽ തിയറീസ് എല്ലാത്തിന്റെ ഒരു ക്രിറ്റിസിസം ഉണ്ട്. എന്തുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഫങ്ഷനിങ്, വിൽ നോട്ട് ഫങ്ഷൻ, ഓർ ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം ഉണ്ട്. ആ ക്രിറ്റിസിസംസും നമ്മൾ നോക്കാം. ഓക്കെ, ആൻഡ് അതിന് ഭയങ്കര റിജിഡ് അപ്രോച്ചസ് ആണ്, മെക്കാനിസ്റ്റിക് ആണ്. മെക്കാനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് അല്ലാത്ത അല്ലെ, വളരെ മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് ഈ തിയറീസിൽ ഉള്ളതെന്ന് പറയും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ ഓരോന്നോരോ ടോപ്പിക് ആയിട്ട് പഠിക്കണം എന്ന് മാത്രം പറയാം. ഓക്കെ, ഗ്രേറ്റ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറയുന്നത് ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ നടത്തുമ്പോൾ അത് ബിഹേവിയർ, ആളുകൾ എങ്ങനെ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവരെങ്ങനെ ഗ്രോ ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ താല്പര്യം, അപ്പൊ അവരുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള തിയറീസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് എൽട്ടൺ മയോ, വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന് ഹോത്തോൺ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് തിയറിയാണ്. അത് എന്തായാലും പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈമന്റെ ഡിസിഷൻ മേക്കിംഗ് തിയറി, ഹെർബർട്ട് സൈമൺ. ആൻഡ് ദെൻ ചെസ്റ്റർ ബെർണാർഡിന്റെ ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്, ഒരു ടോപ്പിക് ഉണ്ട്, അത് പഠിക്കണം. മോട്ടിവേഷണൽ തിയറീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. മോട്ടിവേഷണൽ തിയറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് ഹൗ ആർ ദേ മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒരു തിയറിയാണ് മെഗ്രിഗോറിന്റെ തിയറി എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ദെൻ മാസ്ലോസ് ഹൈറാർക്കി, വെരി ബ്യൂട്ടിഫുൾ ഹൈറാർക്കി തിയറി. മാസ്ലോസ് ഹൈറാർക്കി നിങ്ങൾ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം.
അതിലെ മൂവിയുടെ ഫ്ലോ തന്നെ മാസ്ലോസ് ഹൈറാർക്കിയാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല. നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി മാസ്ലോസ് ഹൈറാർക്കി ആൻഡ് പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് മൂവി. ഇതെങ്ങനെയാണ് നമ്മൾ റിയൽ ലൈഫിൽ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് പറയുന്നത് എങ്ങനെയാണ് ഒരാളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അയാൾ എങ്ങനെയൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട് എംപ്ലോയി ആയിട്ട് നിർത്താം എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ഓക്കെ, ദെൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് ബെർണാർഡിന്റെ വ്യൂ ഓഫ് കോർപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക് കൂടിയാണ്. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടന്റ് ദ ലാസ്റ്റ് വൺ, ബട്ട് ദെൻ ഐ സജസ്റ്റ് ദാറ്റ് യു റീഡ് ദാറ്റ് ആസ് വെൽ. Then if you look at the last theory is contingency theory. എന്താ കണ്ടിൻജൻസി? നമ്മളെ കോവിഡ് വന്നല്ലേ, അതൊരു കണ്ടിൻജൻസിയാണ്. അതൊരു പെട്ടെന്ന് ഉണ്ടായത്. അപ്പൊ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, പെട്ടെന്ന് ഒരു ലീഡർഷിപ്പ് വരണം, സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലേ. നമുക്ക് വയനാട് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം അല്ലേ. അപ്പൊ അതിൽ ലീഡർഷിപ്പ് ഉയർന്നു വരും അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ കണ്ടിൻജൻസി തിയറി എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. അതായത് ഫീൽഡ്ലെസ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. ഇറ്റ്സ് അബൌട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. യു ഹാവ് ടു റീഡ് ദാറ്റ്. ആൻഡ് ദെൻ ബേൺസൺ സ്റ്റോക്കർ, ജോൺ ഗുൾവുഡ്, ദെൻ സിറ്റുവേഷണൽ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള കുറച്ച് ഫ്ലെക്സിബിൾ ലീഡർഷിപ്പ് ഓഫ് എക്സാമ്പിൾസും എൻവയോൺമെന്റ്സിനെ കുറിച്ച്, ഡൈനാമിക് എൻവയോൺമെന്റ്സിനെ കുറിച്ച് ഒരു ടോപ്പിക് അതിൽ വരുന്നുണ്ട്. ദെൻ എൻവയോൺമെന്റ് ഫിറ്റ് അഡാപ്റ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ ടു എക്സ്റ്റേണൽ ചാലഞ്ചസ്. നമ്മുടെ ഫ്ലഡിന്റെ കാര്യം ഓർത്താൽ മതി, കേരള ഫ്ലഡിന്റെ കേസിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് കണ്ടിൻജൻസി തിയറിയിൽ വരുന്നത്. And then we move on to modern approaches to administration. നമുക്ക് ഇതുവരെ എന്താണ് എവല്യൂഷൻ ആണ് കണ്ടോ, ഓരോരോ തിയറീസ് ഇങ്ങനെ വന്നു. അത് ഇപ്പോൾ നമ്മൾക്ക് മോഡേൺ ലെവലിൽ, മോഡേൺ പറയുന്നത് മോഡേൺ അപ്രോച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് കേട്ടോ. 1970s-ലും 60s-ലൊക്കെയാണ് മോഡേൺ അപ്രോച്ചസ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് മോഡേൺ അപ്രോച്ചസ് ടു അഡ്മിനിസ്ട്രേഷന് പല കാര്യങ്ങളുണ്ട്. അതിൽ NP എന്ന് പറയുന്ന ടോപ്പിക് കാര്യമായിട്ട് നിങ്ങൾ നോക്കുക, ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് ഔട്ട് ഇൻ ദി സിലബസ്. സോ സിസ്റ്റംസ് തിയറി, then public choice theory, then new public management എന്ന് പറയുന്ന ഒരു ടോപ്പിക്, then governance approach, അതായത് പാർട്ടിസിപ്പേറ്ററി, സിറ്റിസൺ സെൻട്രിക്, നമ്മുടെ സിറ്റിസൺസ് ചാർട്ടറും കാര്യങ്ങളൊക്കെ, നെറ്റ്വർക്ക് ഗവേണൻസ്, അതുപോലെ ഇതിന്റെ ക്രിറ്റിക്സ് ഓഫ് NPM ആൻഡ് പോസ്റ്റ് NPM പാരഡൈംസ്. ഇത്രയാണ് ഈ ടോപ്പിക്സിലാണ് ഇതിൽ വരുന്നത്. And then we go to organizational structure. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ സ്ട്രക്ചർ ചെയ്യുന്നത്? അപ്പൊ അതിൽ നിങ്ങൾക്കറിയാം അല്ലെ, മാനേജേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് മാനേജർ റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, ഹൈറാർക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ പല തരത്തിലുള്ള അതോറിറ്റി ഫ്ലോസ് ഉണ്ട്, ലൈൻ ഫ്ലോ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്. മെട്രിക്സ് എന്ന് കേൾക്കുന്നത് അറിയാം അല്ലെ, ഒരാൾ മൾട്ടിപ്പിൾ മാനേജേഴ്സിന് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പലതരത്തില് ഈ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ട്, അതിനെ കുറിച്ച് പഠിക്കണം. ഇതിന് വേറൊരു കാറ്റഗറൈസേഷൻ ആണ് ഫ്ലാറ്റ് ആൻഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ചെറിയ കമ്പനികളൊക്കെ നോക്കി അറിയാം, അവിടെ ഫ്ലാറ്റ് ഹൈറാർക്കി, അതായത് ഒരാളുടെ മുകളിൽ ഒരാളുടെ മുകളിൽ ഒരാൾ, അങ്ങനെ ഒരു ഹൈറാർക്കി ഫോളോ ചെയ്യാത്ത കമ്പനികളും ഉണ്ട്. ഹൈറാർക്കിയിലാണ് ജനറലി നമ്മൾ കണ്ടുവരുന്ന ലാർജ് ഓർഗനൈസേഷൻസ്. അപ്പൊ അത്തരത്തിലൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സ്ട്രക്ചേഴ്സ് ആൻഡ് അൺഒഫീഷ്യൽ പ്രോസസ്സസ്. ഈ 4 ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, ഇനി ഓർഗനൈസേഷൻ ഫംഗ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് കോർബിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു ടോപ്പിക് പഠിക്കാനുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. ഇന്ന് പോസിറ്റീവ് കോർബ് എന്ന് പറയുന്നത് ഒരു എക്കോണമാണ് അല്ലെ. അതിൽ ഓരോന്നും ഒരു മീനിങ് ഉണ്ട് അല്ലെ. പ്ലാനിങ്, ഓർഗനൈസിങ്, എസ് എന്ന് പറയുന്ന സ്റ്റാഫിംഗ് ആണ്, ബി എന്ന് പറയുന്ന ഡയറക്റ്റിംഗ് ആണ്, ആൻഡ് ബഡ്ജറ്റിംഗ് വരെ. ഇപ്പോൾ ഓർഗനൈസേഷനിൽ വേണ്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള എന്താ പറയാ ഒരു തിയറി ആണെന്നോ അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നൊന്നുമില്ല. ഇതിനൊക്കെ ഒത്തിരി ക്രിറ്റിക്സ് ഉണ്ട്, പോസിറ്റീവ് കോർബിനൊക്കെ ഒത്തിരി ക്രിറ്റിക്സ് ഉണ്ട്. അതിനുശേഷം അതിന്റെ ബദലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സിലബസിൽ ഒബ്വിയസ്ലി ഉള്ളതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് കോർബ് എന്തായാലും പഠിച്ചിരിക്കും. ഈ ഒരു കീവേഡ് എന്താണ്, അതിൽ എന്താണ് ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, then we move to organizational culture and change management. ഇവിടെയാണ് HR പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. MBA HR പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, പിന്നെ സ്ട്രോങ് കൾച്ചർ, വീക്ക് കൾച്ചറിലുള്ള വ്യത്യാസം എന്താണ്, ഓർഗനൈസേഷൻ സോഷ്യലൈസേഷൻ എന്താണ്, പിന്നെ 2-3 മോഡൽസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഷ്രിങ്ക്സ് മോഡൽ, then Lewin's 3-step model, and then Porter's 8-step model. And then we have a change management എന്നൊരു ടോപ്പിക് കൂടി ഉള്ളതുകൊണ്ട് we have to learn about the resistance to change as well. Okay, causes and strategies to overcome the resistance to change. ഒരു മാറ്റം വരുമ്പോൾ ഒബ്വിയസ്ലി ആളുകൾ വേണ്ടാന്ന് പറയുമല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടൊക്കെയാണ് ആൾക്കാർ വേണ്ടെന്ന് പറയുന്നത്, അതിനെങ്ങനെ ഓവർകം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഒരു ടോപ്പിക് ഉണ്ട്. എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ജനറലി ആഡ് ചെയ്തിട്ടുണ്ട് സിവിൽ സർവീസിൽ, ഒരു പേപ്പറായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വളരെ ചെറിയ പോർഷൻ ആണ്, ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. എന്താണ് കോഡ് ഓഫ് എത്തിക്സ്, എന്താണ് കോഡ് ഓഫ് കണ്ടക്ട്, പ്രൊഫഷണൽ പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റീവ് എത്തിക്സ് എന്തൊക്കെയാണ്, ഇന്റഗ്രിറ്റി, ഇംപാർഷ്യാലിറ്റി, കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, എത്തിക്കൽ കൺസിഡറേഷൻ, ലീഗൽ കൺസിഡറേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലോ പാലൊക്കെ, വിജിലൻസ് പോലത്തെ കാര്യങ്ങൾ, എത്തിക്കൽ ഡയഗ്രാംസ്, ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്.
And then we go to leadership. Leadership എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ട്രേറ്റ് തിയറി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. ട്രേറ്റ് തിയറി എന്നുള്ള കാര്യമായിട്ട് നോക്കണം. അതോടൊപ്പം ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി നോക്കണം. ഗോൾമാൻസ് ഫ്രെയിംവർക്ക്, ഡാനിയൽ ഗോൾമാൻസ് CA ഫ്രെയിംവർക്ക്, ഇത് ഇല്ലെങ്കിലും നിങ്ങൾ ഈ ടോപ്പിക് വായിക്കണം കേട്ടോ. ഡാനിയൽ ഗോൾമാൻ CA ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം. ഓക്കെ. ആൻഡ് ദെൻ ലീഡർഷിപ്പ് ഇൻ ബ്യൂറോക്രസി, എങ്ങനെയാണ് കോംപ്രമൈസിങ് റൂൾസ് ചെയ്യാതെ അല്ലെങ്കിൽ റൂൾസിനൊക്കെ ബ്രേക്ക് ചെയ്യാതെ എങ്ങനെ നമുക്ക് ലീഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് കൂടെ വരുന്നുണ്ട്. ഓക്കെ. ദെൻ വി ഗോ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും, ലീഡർ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അപ്പൊ അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ പോകുന്നത്, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, മുകളിൽ താഴെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആൻഡ് ടൈപ്സിനെ കുറിച്ച്, വെർബൽ, റിട്ടൺ, പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷനിലെ ബാരിയേഴ്സ് എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് മെക്കാനിസംസ്, ഇത് യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ടൂൾസ് എന്തൊക്കെയാണ്. നമ്മൾ MIS കേട്ടിട്ടുണ്ടാവും, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, നമ്മുടെ സ്പാർക്ക് പോലത്തെ അല്ലെങ്കിൽ ഫയൽ മാനേജ്മെന്റ് ടൂൾസ് ഒക്കെ ഇല്ലേ ഗവൺമെന്റ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ ടൂൾസ് നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കേണ്ടത്. Alright, then accountability, transparency and technology class. Okay, so it's about RTA Act. നമ്മുടെ ഒരു സബ് ടോപ്പിക്കായി വരാൻ സാധ്യതയുണ്ട്. ഇത് സാധ്യത മാത്രമാണ്. അപ്പൊ RTA Actനെ കുറിച്ച് ബേസിക് ആയിട്ട് നോക്കാം. സിറ്റിസൺ ചാർട്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ പോയ സിറ്റിസൺ ചാർട്ടർ, നിങ്ങളുടെ മിനിമം ഡിസ്ക്ലോഷേഴ്സ് കാര്യങ്ങളും, സിറ്റിസൺസ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അവരുടെ ഇൻപുട്ട് എങ്ങനെ എടുക്കുന്നു, അവരുടെ കാര്യങ്ങൾ അറിയിക്കേണ്ട, ബേസിക് ആയിട്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് അതിൽ വരുന്നത് അല്ലേ. ഡിജിറ്റൽ ഗവേണൻസ്, പലതരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഡിജിറ്റൽ ഇന്ത്യ, ഉമാങ്, ഗവൺമെന്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ബ്ലോക്ക് ചെയിൻ വലിയ മൂവ്മെന്റ് ഇന്ത്യയിൽ നടന്നിട്ടില്ല, പക്ഷെ ബ്ലോക്ക് ചെയിൻ ജനറലി അഡ്മിനിസ്ട്രേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇതിൽ പഠിക്കുമ്പോൾ ഇന്ത്യ ആണ് ജനറലി ഇത് വരുന്നതെങ്കിലും നിങ്ങളൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കൂടി നിങ്ങൾ ചിന്തിക്കും കേട്ടോ. പിന്നെ അതുപോലെ STP ഗ്രാംസ്, അതായത് പബ്ലിക് ഗ്രീവൻസിനുള്ള പോർട്ടൽ, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ട് എവിടേക്കാണ് അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഗവൺമെന്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. ദെൻ സൈബർ സെക്യൂരിറ്റി, ബേസിക്കലി അതൊരു സാധ്യത കുറവാണെങ്കിലും ആ ടോപ്പിക്കോട് നോക്കുന്നതായും, കാരണം നമുക്ക് ടെക്നോളജി എന്ന് വേർഡ് വന്നിരിക്കുന്നതുകൊണ്ട് അത് അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ടും സൈബർ സെക്യൂരിറ്റി ഗവൺമെന്റ് ഇൻവെസ്റ്റിംഗ് ലോട്ട്. നമുക്ക് സൈബർ ആർമി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങളൊരു 1 year മുമ്പ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ആ ടോപ്പിക്കോട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് പോകാം. Okay, so that's about the topics. And now about us, PSC Hero എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ടു സ്റ്റാർട്ട് വിത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ www.pschero.com പോകാം. ഞങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനെ ഒരു 420 MCQs, അതായത് 14 ടോപ്പിക്കായിട്ട് തിരിച്ച് ഓരോ ടോപ്പിക്കിലും 30 ക്വസ്റ്റ്യൻസ് വെച്ചു. MCQs അത് ഹയർ ഓർഡർ MCQs ആണ്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹയർ ഓർഡർ MCQs ആണ് ചെയ്തിരിക്കുന്നത്. സോ 420. ആൻഡ് ദെൻ വി ഹാവ് ഓൾസോ പബ്ലിഷ്ഡ് ഫുൾ മോക്ക് ടെസ്റ്റ്, അതായത് മൊഡ്യൂൾ 1 ഫുൾ 14 ടോപ്പിക്കിനും കൂടി ഒരു 100 ക്വസ്റ്റ്യൻ MCQ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ റീസണിംഗ് അസർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ടെലിഗ്രാം വഴിയാണ് റൺ ചെയ്തിരുന്നത്. ഇപ്പൊ അത് ഓൾമോസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ആയി. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അങ്ങനെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. PSC Hero Admin എന്ന് പറയുന്ന ടെലിഗ്രാം ഹാൻഡിലിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി അല്ല നിങ്ങൾക്ക് നേരിട്ട് PDF ആയിട്ട് തന്നെ വാങ്ങാനാണ്. ഇതും PDF തന്നെയാണ് ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നേരിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം ഒരുമിച്ച് എന്നാണെങ്കിൽ വെബ്സൈറ്റിൽ പോയാൽ മതി. ഓക്കെ. ആൻഡ് വി ഓൾസോ പ്രിപ്പയർഡ് സ്റ്റഡി മെറ്റീരിയൽ, ഒരു 150 പേജ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽസ് നമ്മുടെ ഒരു ഫാക്കൽറ്റി ഗ്രൂപ്പ് ഉണ്ട്, അവരാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓൾസോ കോൺട്രിബ്യൂട്ടഡ്. ആ ഒരു 150 പേജിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. 150 പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മേ ബി ഒരു 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് ഫുൾ വായിക്കാൻ പറ്റും. ഓക്കെ, ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം ഞാനിപ്പോൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് 150 പേജസ്. ദാറ്റ് ഷുഡ് സഫൈസ്. ഓക്കെ. ഇത് രണ്ടും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ബൈ, ഓൺലൈൻ തന്നെ വാങ്ങാം. UPI-യോ ഗൂഗിൾ പേയോ ഫോൺ പേയോ ക്രെഡിറ്റ് കാർഡ്സോ ഡെബിറ്റ് കാർഡ്സോ ഇന്റർനെറ്റ് ബാങ്കിങ് എന്ത് വെച്ച് വേണമെങ്കിലും വാങ്ങാം. സോ ദിസ് ഇസ് അബൌട്ട് ഇറ്റ്. ഐ വിൽ ജസ്റ്റ് ക്വിക്ലി ഷോ മൈ വെബ്സൈറ്റ് as well. www.pschero.com. Okay, so ഇവിടെ വരുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, MCQs ഉണ്ട്. നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് ഓഗസ്റ്റ് 1 ആണ്. ഓഗസ്റ്റ് 1 ഈവനിങ് ആയി. ഞങ്ങൾ ഓഗസ്റ്റ് 8-9 മൊഡ്യൂൾ 2, അതായത് മാനേജ്മെന്റ് കൂടി MCQസും നോട്ട്സ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം മൊഡ്യൂൾ 1 സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, MCQs ഉണ്ട്. ഇഫ് യു ഓപ്പൺ ദി സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞത്
150 പേജിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. സോ യു ക്യാൻ കമ്പയർ ആൻഡ് സീ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഇവിടുത്തെ നമ്മുടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് പേജ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ കണ്ടന്റ് പേജ് നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെയാണ്. ഓരോ ടോപ്പിക്കും നമ്മൾ പല പല സബ് ടോപ്പിക് ആയിട്ട് തിരിച്ച് ഈ പറഞ്ഞ 14 ടോപ്പിക്കിനും സബ് ടോപ്പിക് ആയിട്ട് തിരിച്ചാണ് ഞങ്ങൾ ഈ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾറൈറ്റ്. സോ ആൻഡ് ദെൻ ഇഫ് യു ഗോ ബാക്ക്, ഇത് നോട്ട്സ് ആണ്. And now if you look at the MCQs, so നമുക്ക് ഇതാണ് ഫസ്റ്റ് വൺ കാണുന്നതാണ് 100 MCQ, 100% മൊഡ്യൂൾ 1 ഫുൾ ആയിട്ടുള്ള MCQ. ആൻഡ് ദിസ് ഇസ് ഓരോ മൊഡ്യൂളിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 30 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ള 420 MCQs ജസ്റ്റ് ഫോർ ദിസ് മൊഡ്യൂൾ എല്ലാം. ഓക്കെ, സോ അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ ഇതിന്റെ സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് കവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. So these are the 14 different modules and answers. And then there are question answers example ആണ് ചെയ്യുന്നത്. ഇതെടുത്തിനാണ് പോകണം. നോർമൽ സ്റ്റാൻഡേർഡ് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടൊപ്പം മാത്സ് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടൊപ്പം മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ട് ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. Alright, so that's about us. Plus ഞങ്ങൾ മൊഡ്യൂൾ 2ന്റെ ഒരു വീഡിയോ കൂടി ഞങ്ങൾ ഉടനെ തന്നെ ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ ഇതേപോലെ ടോപ്പിക്സ് വെച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. And then ഇതിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റ്, ഞങ്ങളുടെ ടെലിഗ്രാമിന്റെ ലിങ്ക് എല്ലാം കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു വെരി മച്ച്.